മൂന്നാം സ്ഥലം ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. My name is Alice Thomas. In 1973 was my first visit to this place. I was studying in pre-degree class. The belief of my parents brought me at that time, and I have seen the footprints of Saint Thomas, and I worshipped the footprint and went. And since my father's name was Thomas, so I kept on having the belief and trust in Saint Thomas. And then I left Kerala, and last 2006 I came back from, I was working in the army, so I returned back to Kerala in 2006. And 2006 I came with the intention of seeing and worshipping the footprint, but then I could climb only up to the 8th station, and I was feeling very tired. So I sat down and I rested, and my children came up to here and went back, and then I realized the sins have not brought me up to here. I have to repent, and then definitely the next time then I started praying that if Jesus washes me, he will definitely take me this time. So it was a determination that I must see he is washing my sins. And with no problem I could climb, and I have realized, and I have grown my faith more that Jesus has washed my sins, and I further believe that if you repent and if you ask Jesus through his disciple, he will give you everything. That is my belief, and I have determined to continue my belief in Jesus and the disciples who has given us the words of Jesus Christ. എൻ്റെ പേര് അമൽ എന്നാണ്. ഞാൻ ബ്രദർ അമൽ കൂനമാവ് ഇവാഞ്ചലാസം എന്ന് വരുന്നതാണ്. ഞാൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി വരുന്നതാണ്. ഞാൻ ചെറുപ്പത്തിൽ വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ മുഴുവനും അരിമ്പാറായിരുന്നു. അങ്ങനെ അമ്മൂമ്മ എന്നോട് കൊണ്ടുവന്നൊരു നേരത്തെ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ ശരീരത്തിൽ മുഴുവനും അരിമ്പാറായിരുന്നു. ഇവിടുന്ന് എള്ളും മലരും കുരുമുളകും നേർന്ന് അത് കഴിച്ചിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും എൻ്റെ അരിമ്പാറ ശരീരത്തിൽ മുഴുവനും കൊഴിഞ്ഞുപോയി. അത് വളരെ 40 വർഷം മുമ്പാണ്. അന്ന് മുതൽ വരുന്നതാണ്. ഒരു വലിയൊരു അനുഭവമാണ്. എല്ലാവരോടും ഞാനത് പറയാറുണ്ട്.
ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് തെരുവിൽ നിന്ന് മക്കളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആരും പോലും ഇല്ലാതെ തെരുവിൽ അലയുന്ന മാനസിക രോഗികൾ, മന്ദബുദ്ധികൾ, വികലാംഗർ, അങ്ങനെയുള്ള ആളുകളെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ മാനസിക രോഗികൾ, സ്ത്രീകൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾ, അനാഥ കുഞ്ഞുങ്ങൾ, അങ്ങനെ 25ഓളം കുഞ്ഞുങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു അനുഭവമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ മതവിഭാഗക്കാരും വരാറുണ്ട്. ഇവിടെ വരുന്നതിലൊരു 10% ഹിന്ദുക്കളും മറ്റ് മതവിഭാഗങ്ങളുമാണ്. ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമല്ല. യേശുക്രിസ്തുവിൻ്റെ ആഗമന ലക്ഷ്യം തന്നെ ഒരു യൂണിവേഴ്സാലിറ്റി ആയിരുന്നു. ലോകത്തുള്ള എല്ലാവർക്കും രക്ഷ കൊടുക്കുക. യേശുവിൻ്റെ ശിഷ്യനായ അപ്പസ്തോലൻ തോമാസ് ലീഹായും ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേരളത്തിൽ വന്നത്. ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും രക്ഷ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ലക്ഷ്യം ഈ തീർത്ഥാടന കേന്ദ്രം സാധിച്ചുകൊണ്ടിരിക്കുക.